പണ്ട് ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന എനർജി ആയിരിക്കില്ല എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് പണ്ട് എഴുതിയ ജാതകത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുക? നമ്മൾ ഈ ജാതകം ഗർഭശിഷ്ട ദശ എന്നൊരു സാധനം എഴുതും. അത് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ ദശാകാലഘട്ടങ്ങളായിരിക്കും. ആ ദശാനാഥന് ഒരു സർട്ടൺ പീരീഡാണ് നമ്മുടെ ലൈഫിൽ. ഈ ജാതകം വായിക്കുന്നത് ഇങ്ങനെ റെഗുലർ ഇന്റർവെൽസിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതോ ഒരിക്കൽ വായിക്കുന്നു? നമ്മൾ ജാതകം വായിക്കേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അടുത്തൊരു വർഷത്തേക്ക് ഇപ്പോൾ ആളുകൾ ഫോക്കസ് ചെയ്യണം എന്താ ചെയ്യുക, ഡയറി എഴുതി വയ്ക്കും പല കാര്യങ്ങളും. അവിടെ തെറ്റുന്നത് എന്താ വെച്ചാൽ ചില ദിവസങ്ങൾ നമുക്ക് എന്തുണ്ടാവും, ഒരു എന്താണെന്നറിയാത്തൊരു മൂഡ് ഓഫ് അല്ലേ. ചില ദിവസം ഭയങ്കരമായിട്ട് എന്താ ഭയങ്കര എനർജറ്റിക് ആകും. അത് ആ ടൈമിൻ്റെ ക്വാളിറ്റിയാണ്. അത് ഓരോ തിഥിക്ക് ഓരോ സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നാളുകാരായിരിക്കും. കല്യാണത്തിന് ശരിക്കും ഈ ജാതകം നോക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ജാതകൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്ന്, നിങ്ങളൊരു എനർജിയുടെ ഒരു ത്രോബിങ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അത് ഏത് തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനോട് കോയിൻസൈഡ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു പ്രാണനെയാണ് നിങ്ങൾ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് അത് പ്രശ്നമാണ്, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മറ്റേ എല്ലാവരും പറയുന്ന പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പരസ്പര ധാരണയിലൊക്കെ പോകുക എന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഒരു ഹാപ്പി ഫീലിംഗ് വരില്ല. ഒരു നമുക്കൊരു വൺനെസ് ഫീൽ ആണല്ലോ, അതൊരിക്കലും ആ ഫീൽ കിട്ടില്ല. പല പ്രാണനും പല തരത്തിലാണ്. ഇവിടെയൊക്കെ സഞ്ചിതമായ കർമ്മങ്ങളൊക്കെ പലതും പല കോലത്തിലാണ്. പക്ഷെ ഇപ്പൊ എന്റെ എനർജി ആണെങ്കിൽ പോലും ഓരോ കാലത്തും ചിലപ്പോൾ വേറെ വേറെ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഞാൻ പണ്ട് ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന എനർജി ആയിരിക്കില്ല എനിക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് പണ്ട് എഴുതിയ ജാതകത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുക? അതായത് നമ്മൾ ഈ ജാതകം ഗർഭശിഷ്ട ദശ എന്നൊരു സാധനം എഴുതും. അത് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ ദശാകാലഘട്ടങ്ങളായിരിക്കും. ആ ദശാനാഥന് ഒരു സർട്ടൺ പീരീഡാണ് നമ്മുടെ ലൈഫിൽ അവരുടെ റൂളിങ് ടൈം ഉണ്ടാവുക. അതിൽ തന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ വരും. ഈ ഓരോ അപഹാരങ്ങൾ വരുമ്പോഴും നമ്മളുടെ പ്രാണൻ ഓരോ തരത്തിലാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗോചര പ്രകാരം നിങ്ങൾ പഠിക്കേണ്ട ഒരവസ്ഥ നിങ്ങളെ ജാതകത്തിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ബിസിനസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. പഠിക്കണം. പഠിക്കേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിലെ ഇന്നോവേഷൻസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിൽ ഡീപ്പായിട്ടുള്ള പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടാവും, മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. അതൊക്കെ പഠിക്കാനുള്ള സമയമാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എന്ത് ഉണ്ടാവുള്ളൂ, ഉയർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സർട്ടൺ കൈൻഡ് ഓഫ് എനർജി നമ്മുടെ ഉള്ളിൽ ആ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കുകയുള്ളൂ. എല്ലാ അറ്റ്മോസ്ഫിയറും നമ്മൾ പഠിക്കില്ല അല്ലേ. അത് മാറും. ചിലപ്പോൾ നമ്മൾ ഒരു ആഡംബരം കാണിക്കേണ്ട അവസ്ഥ ജാതകത്തിലുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഓഫീസ് ഒന്ന് റെനോവേറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് മാറ്റേണ്ടി വരും. അപ്പം അങ്ങനെയാണത് നോക്കിയിട്ടുണ്ട്. അതിനകത്തുണ്ട്, ജാതകത്തിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ജാതകം വായിക്കുന്നത് ഇങ്ങനെ റെഗുലർ ഇന്റർവെൽസിൽ നമ്മളിങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അതോ ഒരിക്കൽ വായിക്കുന്നു ഇപ്പൊ എനിക്ക് 23 വയസ്സിൽ കല്യാണ യോഗം, 25 വയസ്സിൽ ഈ യോഗം, അങ്ങനെ നേരത്തെ വായിച്ച് അതിനനുസരിച്ച് ടൈം പ്ലാൻ ചെയ്യുവാണോ വേണ്ടത്? ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതിന്റെ ബാക്കി തന്നെയാണ്. നമ്മൾ ജാതകം വായിക്കേണ്ടത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. അടുത്തൊരു വർഷത്തേക്ക് എൻ്റെ ലൈഫ് എന്താണ്, എങ്ങനെയൊക്കെ ആയിരിക്കും, പ്ലസ്സുകൾ എന്തൊക്കെയുണ്ട്, ഞാൻ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണ്, ഇത് കറക്റ്റായിട്ട് ഓരോ വർഷം ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഫോക്കസ് നമുക്ക് നിലനിർത്താൻ പറ്റും. ഇപ്പോൾ ആളുകൾ ഫോക്കസ് ചെയ്യാൻ എന്താ ചെയ്യുക, ഡയറി എഴുതി വയ്ക്കും പല കാര്യങ്ങളും. അവിടെ തെറ്റുന്നത് എന്താ വെച്ചാൽ, അപ്പോൾ ഞാനൊരു കർമ്മ മേഖല ഞാൻ കണ്ടെത്തും. നമുക്ക് എന്തും പണം ഉണ്ടാക്കാൻ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, എന്ത് ചെയ്ത് നമുക്ക് ജീവിക്കാനുള്ള പൈസ കണ്ടെത്താം. പക്ഷെ നമ്മൾ സ്വധർമ്മത്തിൽ ഊന്നിയിട്ടുള്ളതല്ലാത്തൊരു കർമ്മത്തിലാണ് നമ്മൾ എത്തപ്പെടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല, നമ്മുടെ ഉള്ളിൽ സന്തോഷം തോന്നില്ല. താരാകുമ്പം പോണ്ടേ, ആ ഒരു ഫീലാണ് നമ്മൾ പല ആളുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രശ്നം ഇതാ. കാരണം നമ്മളെ ഉള്ളിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സിസ്റ്റം സൈക്കോസൊമാറ്റിക്കാണ്. ഈ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ഉള്ളോ വെച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പല എലിമെൻറ്റിലേക്കും പല പ്രശ്നങ്ങളിലേക്കും നമ്മൾ സ്വാഭാവികമായിട്ടും ചെന്നെത്തും. ഇതൊക്കെ ഇതിൻ്റെ ബാക്കി പത്രം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ ഒരു കൈൻഡ് ഓഫ് എനർജി എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ധർമ്മം എന്താണ്, അത് കണ്ടെത്തി അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കർമ്മ മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ഒരു സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഉന്മേഷവും ഒക്കെ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ഈ ജാതകം ബേസ് ചെയ്ത് ഒരാളെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വർഷം നമുക്ക്, അപ്പോൾ അതിന് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞു ഒരു ഫോക്കസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഡയറി എഴുതി വയ്ക്കുന്നു. ഈ എഴുതി വയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ
നമ്മൾ എത്ര ഫോക്കസ് ചെയ്താലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മളെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ട്രെയിനറാണ് നമ്മൾ അഭിഷാദ് സാർ. നല്ല ട്രെയിനർ അല്ലേ? പുള്ളിയുടെ സംസാരമൊക്കെ എത്തിക്കാൻ നല്ല സാർ. എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു 10 ലക്ഷം ആളെങ്കിലും പുള്ളി മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പുള്ളി ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൽ എത്ര ശതമാനം ആൾക്കാർ പുള്ളി പറഞ്ഞ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും? വളരെ കുറച്ചായിരിക്കും. എന്താ കാരണം? പുള്ളിയുടെ മോശമാണോ? അത് പ്രാവർത്തികമാക്കാൻ കഴിയണം. പുള്ളിയുടെ മോശമല്ല, പുള്ളി 100% ചെയ്യുന്നുണ്ട്. ഈ കേട്ടിരിക്കുന്ന ആൾക്കാർ മോട്ടിവേറ്റഡ് ആണ്. എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിനാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. യു ക്യാൻ ഡു ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് യെസ് ഐ ക്യാൻ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ് എന്നൊക്കെ ഞാൻ പറയും. പക്ഷേ ചെയ്യാൻ ഇറങ്ങുമ്പോൾ എനിക്ക് പറ്റുന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ കൈൻഡ് ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 100% ആവാൻ പറ്റില്ല. നേരെ മറിച്ച് എനിക്ക് ആയിത്തീരാൻ പറ്റുന്ന സാധനത്തിലേക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിലോ പറ്റും. അപ്പോൾ ഈ ഫോക്കസ് എഴുതി വെക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ തരത്തിലല്ലാതെ നമ്മൾ എന്താണെന്ന് നമ്മൾ അറിയാതെയാണ് നമ്മൾ ഈ ഫോക്കസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വളരെ തെറ്റിപ്പോകും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതകത്തൂടെ കണ്ടെത്താനും പറ്റും. കറക്റ്റായിട്ട് ഓരോ വർഷത്തെ ഇൻ്റർവെല്ലിൽ നമ്മൾ നെക്സ്റ്റ് ഇയർ അടുത്തൊരു വർഷത്തിലുള്ള പ്രൊജക്ഷൻ നമ്മൾ കറക്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് നാവിഗേറ്റ് ചെയ്യാം. കുറേ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ഇഷ്യൂസ് കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ വരുന്ന ക്ലയൻസിൽ ഈ ഗ്രോത്ത് വിസിബിൾ ആയിട്ട് വരുന്നുണ്ടോ? ഈ പറഞ്ഞ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും വരുന്ന ആൾക്കാരിൽ വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത്? വർഷത്തിലൊരിക്കൽ കറക്റ്റായിട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഞാൻ ഒന്നത് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് പോകാൻ 1-2-2.5 വർഷമായിട്ടേ ഉള്ളൂ. സീരിയസ് ആയിട്ട് ഇതിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആൾക്കാരായ എന്താ പറയുക ഇൻ്റർവ്യൂവിൽ വരുന്ന ആൾക്കാർ ആവുന്നേ ഉള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ക്ലയൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാവരും കുറേ പേര് വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുക്കാറുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ അവരൊക്കെ വില്ലിങ് ആയി വരുമ്പോഴാണ് നമുക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പ്രതീക്ഷ തരുന്ന കുറേ ആളുകൾ അതിനകത്തുണ്ട്. അതാണ് സന്തോഷം. നമുക്ക് കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ചിലപ്പോൾ സമയം നോക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നും കമ്പൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറേ പേര് എന്തുണ്ട് റെഗുലറായിട്ട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. അതെ അതെ, കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ ഒരു വർഷം ഇപ്പോൾ അടുത്തൊരു വർഷത്തെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കാം. പക്ഷേ ഈ ഡെയിലി ലൈഫിൽ ഒരു ദൈനംദിന ജീവിതത്തിൽ ജാതകം ഇമ്പോർട്ടൻ്റ് ആണോ? ഡെയിലി ലൈഫിൽ ജാതകം നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ ജാതകമല്ല നോക്കേണ്ടത്. അവിടെ ഒന്ന് നമ്മൾ എന്താ പറയുക, എനിക്ക് രാവിലെ ഒന്ന് എവിടെയെങ്കിലും പോകണം, ജോലിശരെ ഞങ്ങൾക്കിന്ന് പോകാൻ പാടുന്നതൊക്കെ ചോദിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പോകും. അത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും ഫീഡല്ലാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. ഞാൻ പറയാം, ഒരു നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, ചെയ്യുന്ന എന്തോ ആയിക്കോട്ടെ, ചില ദിവസങ്ങൾ നമുക്ക് എന്തുണ്ടാവും, ഒരു എന്താണെന്നറിയാത്തൊരു മൂഡ് ഓഫ് അല്ലേ. ചില ദിവസം ഭയങ്കരമായിട്ട് എന്തല്ല ഭയങ്കര എനർജറ്റിക് ആകും. അങ്ങനെ അത് ആ ടൈമിൻ്റെ ക്വാളിറ്റിയാണ്. അത് ഓരോ തിഥിക്ക് ഓരോ സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നാളുകാരായിരിക്കും. എല്ലാവർക്കും എല്ലാ തിഥിയും പറ്റില്ല. ചില തിഥികൾ നമുക്ക് അനുകൂലമായിട്ടുള്ളുണ്ട്. അപ്പോൾ നമുക്ക് അനുകൂലമായിട്ടുള്ള ടൈം ഉണ്ടാകുമ്പോൾ നമുക്ക് തരത്തിലുള്ള നമ്മൾ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അല്ലാതെ ജാതകവുമായിട്ട് അതെന്തങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് പറ്റില്ല. ഓക്കെ. അപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തെ പ്ലാൻ, ഇപ്പോൾ അടുത്തൊരു വർഷം പ്ലാൻ ചെയ്യുമ്പോൾ ഇന്ന ദിവസങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാവില്ലേ? അത് ദിവസം ഇന്നത് നമുക്ക് അത് തിഥി നോക്കുമ്പോഴാണ് നമുക്കത് അങ്ങനെ പറയാൻ പറ്റുക. പക്ഷെ നമ്മൾ ലൈഫ് വളരെ നമ്മൾ പ്ലാനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആ ദശാപഹാരങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുക. പിന്നെ ഗോചരം കണക്ട് ചെയ്ത് അതാണ് നമ്മൾ നോക്കുക. അത് ഒരു ഗ്രഹങ്ങളും അങ്ങനെ പെട്ടെന്ന് മാറിപ്പോകുന്ന വിഷയങ്ങളോ ഒന്നുമില്ല. ഓരോ നക്ഷത്രങ്ങൾ കയറി പോകുന്ന സമയത്ത് നമുക്ക് ചില മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാം. അത് നമ്മളെ മനസ്സിൻ്റെ ലെവലിലാണ്. നമുക്ക് എന്നുവെച്ചാൽ ഇതെല്ലാം നമ്മളെ ബാക്കിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിലൊരു ഊർജ്ജമാണ് ഈ സംഗതികളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇത് നമുക്ക് അനുഭവേദ്യമാകുന്നത് നമുക്ക് തന്ന 2 ടൂളുകളാണ്. ഒന്ന് ശരീരം, ഒന്ന് മനസ്സ്. ഈ 2 ടൂളുകളിൽ കൂടിയാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ കാരണശരീരം നേരത്തെ പറഞ്ഞ സംഗതി അത് പ്രപഞ്ചവുമായിട്ട് ഓൾറെഡി കണക്റ്റഡാണ്. നിർഗുണനാണത്. അതെ. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ബാഗേജുമായിട്ടാണ് ഈ ലോകത്തോട്ട് വന്നത്, അതാണ് ജാതകം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ജാതകം കണ്ടിട്ട് എന്റെ ദൈവം എന്ത് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? കുറെ തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല പഠിക്കാനൊക്കെ മിടുക്കരായിട്ടുള്ള എന്നെ ഒരുപാട് വിഷമിപ്പിച്ചൊരു കേസാട്ടോ. പഠിക്കാൻ നല്ല മിടുക്കനാണ്, നല്ല സുന്ദരനാണ് ആള്, വീട്ടിലൊക്കെ നല്ല വീട്ടുകാർക്ക് നാട്ടുകാർക്ക് നല്ല അഭിപ്രായമുള്ള ഒരു പയ്യനാണ്. അവരുടെ അച്ഛനാണ് ജാതകം കൊണ്ടുവരുന്നത്, കല്യാണം ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സന്യാസിയോഗമാണ്. ചെയ്യാൻ പറ്റും.
ഓക്കെ. ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി അത് പറഞ്ഞ് മനസ്സിലാക്കാന്നല്ലാതെ അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുന്ന അടുത്ത്. ഇപ്പോൾ ലിവിങ് ടുഗദറും പലതരത്തിലുള്ള റിലേഷൻ ഉള്ളതാണ്. ഇതെല്ലാം പോസിബിൾ ആണ്. പക്ഷെ അവർക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, നമ്മളാ പറയുന്ന ഒരു ഫാമിലി ലൈഫ് അവർക്ക് എന്തായാലും കിട്ടില്ല. ഒന്നുകിൽ ഒരു നല്ലൊരു കല്യാണം കഴിച്ചാൽ തന്നെ ഹസ്ബൻഡും വൈഫും വേറെ വേറെ സ്ഥലത്ത് താമസിക്കുക, ഒരുമിച്ച് നിൽക്കാൻ പറ്റാതെ വരിക, ഇങ്ങനെ ഒരുപാട് അത് അവർക്കൊരു വലിയ അതൊരു പ്രശ്നമായിരിക്കും അവർക്ക് നാളെ. ഓക്കെ. അവർ പോകേണ്ടത് കല്യാണം കഴിച്ചാൽ പോലും അവർ ശരിക്കും ചെയ്യേണ്ടത് എന്താ, അവർ ആ യോഗം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവരുടെ ലൈഫിനെ അവർ കണ്ടീഷൻ ചെയ്താൽ കുറച്ചു കാലം ചെറിയ പ്രയാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും സത്യം കേൾക്കുമ്പോൾ, എന്നാലും കുറെ കഴിയുമ്പോൾ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പാരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടാണ്. അന്ന് അയാൾ കുറെ ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറയാൻ അങ്ങനെ പറയാ. ഞാൻ പറഞ്ഞു ഇതിൽ പഠിച്ച പ്രകാരം ഇങ്ങനെയാണ് കാണുന്നത്, ബാക്കി അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണോ? പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പറ്റും. പക്ഷെ കഴിച്ചാലും ഈ സന്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ താടി നീട്ടി കാട്ടിലേക്ക് പോകുന്നു വേണ്ട. ശരിക്കും വീട്ടിൽ നിന്ന് അവനവൻ്റെ ഭാര്യമാരുണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക, കല്യാണം കഴിച്ചിട്ടുണ്ടാകെ. അതെ. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ പരിഹാരമുണ്ടോ എന്ന് ചോദിക്കില്ലേ? ഇതിന് പരിഹാരമില്ലേ? പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മങ്ങൾ, നമ്മുടെ ഈ പൂർവ്വസഞ്ചിത കർമ്മങ്ങളാണ് നമ്മൾ ഈ അനുഭവിച്ച് കൂട്ടുന്ന കാര്യങ്ങളല്ല. ആ കർമ്മങ്ങളിൽ തന്നെ 3 തരത്തിലുണ്ട്. ഒന്ന് അദൃഢം, പിന്നെ ദൃഢാദൃഢം, ദൃഢം. അദൃഢം എന്ന് പറഞ്ഞാൽ ദൃഢമല്ലാത്ത കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ചില സമയത്ത് നമ്മൾക്ക് ചില വിഷമങ്ങളായിട്ടോ വേദനകളായിട്ടോ ഒക്കെ ഇങ്ങനെ ചെറുങ്ങനെ നമ്മളെ നല്ല അവസരപ്പെടുത്തും, അങ്ങനെ പോകും. വേറെ കുഴപ്പമൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദൃഢാദൃഢം ഉണ്ട്. അത് വരുന്ന സമയത്ത് നമ്മളത് മനസ്സിലാക്കി അതിന് പരിഹാരങ്ങൾ ചെയ്ത് നമ്മളതിനെ കറക്റ്റ് ചെയ്യണം. ഒന്ന് പരിഹാരം 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് നമ്മൾ ഈ പൂജ ഹോമങ്ങൾ വഴിപാടുകൾ ഒരു വിശ്വാസപ്രകാരം കൊണ്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ വെച്ചാൽ നമ്മളത് മനസ്സിലാക്കുക, എന്തോ ഒരു വേണ്ടാത്ത സാധനം ഞാൻ പണ്ട് ചെയ്തതിൻ്റെയാണ് ഞാൻ ഇനി അനുഭവിക്കുന്നത്, ഇതോടെ ആ ദുരിതം അങ്ങോട്ട് തീരട്ടെ എന്നും പറഞ്ഞാൽ അതിന് ചെറിയ പീരീഡേ ഉണ്ടാവുള്ളൂ. ഒരു സാധനവും ശാശ്വതമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നങ്ങളും ഇല്ല. പ്രശ്നം കുറച്ച് കാലം ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൻ്റെ മെമ്മറിയും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കൊണ്ടുപോയി കുറേ ഉണ്ടാക്കുന്നതാണ്. ഒരു പ്രശ്നം കുറേ കാലം നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവില്ല, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയം കടന്നു പോകാനുള്ള ഒരു ധൈര്യവും കരുത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതിനോട് എന്താ പറയുക, റിജക്ഷൻ ഇല്ലാത്ത രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് കൂടെ നമുക്ക് മനസ്സിന് കരുത്ത് കിട്ടാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് വേണ്ടത് തന്നെയാണ്, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ദൃഢകർമ്മങ്ങളുണ്ട്, അത് അനുഭവിക്കാതിരിക്കാൻ ഒരു മാർഗമില്ല, അത് അനുഭവിച്ചേ പോകും. നമുക്കതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ആളുകളുണ്ടല്ലേ ആകെ ബുദ്ധിമുട്ടിപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ കണ്ടില്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. കുറേ നാളായി കഷ്ടപ്പെടുന്നത്, അറിയാതെ ഓരോ പ്രശ്നങ്ങൾ പോയി ചാടുന്നത്, അങ്ങനെയൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കെന്നല്ല, അത് അവരുടെ യോഗമാണ്. ദൃഢകർമ്മങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ അത് അനുഭവിച്ചേ പോകാൻ പറ്റുള്ളൂ. അത് തീർക്കാം. അത് മാത്രം അവിടേക്ക് മാത്രം നമുക്ക് കളിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇന്നതാണ്, അപ്പോൾ അതിൽ അങ്ങനെ തീർന്നു വിചാരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ആശ്വസിക്കുക എന്നല്ലാതെ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതിൽ മരണം വരെയൊക്കെ സംഭവിക്കുന്ന സംഭവങ്ങളുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കണം. ശരിക്കും എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട്. അത്ര എന്താ പറയാ, അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. ഒന്ന് മരണം എന്ന് പറയുന്നത് നമുക്ക് ജാതകത്തിൽ കിട്ടും എന്നാണ് ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൻ്റെ ശരിക്കും അത്ര അതിലേക്ക് ഞാൻ പോയിട്ടില്ല. ഓക്കെ. അപ്പോൾ നേരത്തെ ഒരു കേസിൽ ഈ സന്യാസമാണ് ഇതിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പണ്ടത്തെ മുൻ ജന്മങ്ങളിൽ വലിയ പാപങ്ങൾ ചെയ്തവരാണോ സന്യാസത്തിന് വിധിക്കപ്പെട്ടവർ?